ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഗിയർ മാറ്റുമ്പോൾ ക്ലച്ചിൽ കാലിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഓരോ ഗിയർ മാറ്റുമ്പോൾ ക്ലച്ചിൽ കാൽ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തോ ക്ലച്ച് ചവിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ചാട്ടം അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഗിയറിലും ക്ലച്ചിൽ കാലിന്റെ മൂവ്മെന്റ്സ് എങ്ങനെ കൃത്യമാക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓരോ ഗിയറിലും ക്ലച്ചിൽ കാലിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡുകൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്റർ പെഡലിന്റെ യൂസും കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് നോക്കിക്കണ്ട് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്നത്. അപ്പം ഇവിടെയുള്ള ഒരു കാലിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ എൻ്റെ കാൽ ആദ്യം ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, കാരണം ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മുടെ വാഹനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഇൻ കേസ് വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ബ്രേക്ക് ചവിട്ടുക, അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ശേഷം നമ്മൾ വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുക, വാഹനം ഞാൻ ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എന്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഫസ്റ്റ് ഗിയർ ഒന്നും കൂടെ ഞാൻ ചേർത്തിടുകയാണ്, ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു. ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മുകളിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കാണ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഇവിടെ വാഹനം മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ കാലിന്റെ മൂവ്മെന്റ്സ് ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ഓരോ ഗിയറിലും ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം നമ്മൾ ചെറിയ കയറ്റത്തോടു കൂടിയ ഭാഗങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ ബ്രേക്കിൽ കാല് നമ്മൾ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ക്ലച്ചിൽ കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ കാലിന്റെ അടിഭാഗം നമ്മൾ ഫ്ലോറിലേക്ക് വെക്കാതെയാണ് ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം വാഹനത്തിന്റെ ഉള്ളിലുള്ള പ്രോപ്പർ വിറയൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനും അത് കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും, കാലിന്റെ എൻഡ് ഫ്ലോറിൽ വെക്കാത്തത് കൊണ്ട് തന്നെ. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കെ അയച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പൊസിഷനിൽ ഇപ്പം നിൽക്കുകയാണ്. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കാലിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഉപ്പൂറ്റി, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലോറിലേക്ക് പതിയെ വെക്കുക. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഇതുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് ചെറിയ സ്ലോപ്പിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. കാലിന്റെ മൂവ്മെന്റ്സ് ഇങ്ങനെയാക്കുക. അടുത്ത സ്റ്റെപ്പ് ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്, സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ ഞാൻ ചെറിയ രീതിയിൽ മുന്നോട്ട് കൊടുക്കുന്നു, കാരണം ചെറിയ സ്ലോപ്പ് ആയതുകൊണ്ട് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യണം. അപ്പം നമുക്ക് കാലിനും പെയിൻ വരത്തില്ല. ഇതുണ്ടോ, അപ്പം നമുക്ക് ഇങ്ങനെ കാലിന്റെ മൂവ്മെന്റ്സ് ഇതുണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാലിന്റെ മൂവ്മെന്റ്സ് ആക്കി കഴിഞ്ഞാൽ വാഹനം ഓഫ് ആകാതെ സ്മൂത്ത് ആയിട്ടും കാലിന് പെയിൻ ഇല്ലാതെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ വണ്ടി നിർത്തുന്ന സാഹചര്യത്തിൽ ഇതുണ്ട് ഇതുപോലെ നമ്മൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് വാഹനം ഈസി ആയിട്ട് നിർത്താനായിട്ട് കഴിയും. വീണ്ടും നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം. ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലമായതുകൊണ്ട് കാലിന്റെ മൂവ്മെന്റ്സ് ഇതുണ്ടോ, ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ച് ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് വണ്ടി മൂവ് ആകുന്ന പോയിന്റ് ഒന്ന് ബാലൻസ് ആക്കിയിട്ട് കാലിന്റെ അടിഭാഗം ഫ്ലോറിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് സാവധാനം അയക്കുകയാണ്. അപ്പോൾ കാലിന് പെയിൻ ഇല്ലാതെ നമുക്കിങ്ങനെ വണ്ടി എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ഓരോ ഗിയറിലുമുള്ള കാലിന്റെ മൂവ്മെന്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഉരുണ്ടോണ്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇടേണ്ട ഗിയറുകളാണ് ഇനി മറ്റെല്ലാ ഗിയറുകളും തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഇവിടുത്തെ കൊണ്ട് വണ്ടി ആവറേജ് ചെറിയൊരു റണ്ണിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഇതേ ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുന്നു. കാലിൻ്റെ ഇതുകൊണ്ട് അടിഭാഗം പൂർണ്ണമായിട്ട് ഇവിടെ ചവിട്ടിയിട്ടില്ല, ഇതുകൊണ്ട് നമ്മൾ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഓൾറെഡി വണ്ടി റണ്ണിങ് ആയതുകൊണ്ട് തന്നെ ഈ റണ്ണിങ് നിലനിർത്തി ക്ലച്ചിൽ നിന്ന് നമ്മൾ പതിയെ കാല് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുന്നു. പതിയെ റിലീസ് ചെയ്യുക എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് താമസം എടുത്തുകൊണ്ടല്ല, ഒരു 5-6 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്താൽ മതി. ഇപ്പം ഉദാഹരണം പറയാം, ഞാനിവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. ഇതുകൊണ്ടോ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്കും കൂടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് ഇതുകൊണ്ട് ഈ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരു 3-4 സെക്കൻഡ് കൊണ്ട് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ എന്ത് ചെയ്തു, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ഞാനിതുകൊണ്ട് ഇതുപോലെ മുന്നോട്ടെടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഇറക്കത്തൊക്കെ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ മൂവ്മെന്റ്സ് കൊടുത്താൽ മതി. എന്നാൽ കയറ്റത്ത് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നമുക്ക് കാല് അയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചാട്ടം വരാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ വളരെയധികം ഉണ്ട്. കാരണം നമുക്ക് കയറ്റത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ വണ്ടിക്ക് സ്പീഡ് ആവശ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുക്കുക. ഈ സമയത്ത് കാലിൻ്റെ മൂവ്മെന്റ്സ് ക്ലച്ചിൽ കറക്റ്റ് ആക്കാനായിട്ട് ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ചിലേക്ക് വെക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ സ്പീഡാക്കുമല്ലോ, സ്പീഡാക്കി ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഒരുപാട് ലാഗ് വരുത്തരുത്. നമ്മൾ കയറ്റത്ത് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഒരുപാട് ലാഗ് വരുത്തിയുള്ള പ്രശ്നം വണ്ടി ചാടി ഓഫ് ആകാനും ജെർക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിരിക്കണം. ഇങ്ങനെ പെട്ടെന്ന് എടുക്കാതെ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ ആ ചാട്ടം നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് നിങ്ങളൊന്ന് പരിശീലിച്ചാൽ അത് ശരിയാവും. ഇനി നമ്മൾ സെക്കൻഡ് വരികയാണ്. ഇനി നമ്മൾ സാധാരണ തേർഡ് കൊടുക്കുന്നത് എവിടെയാണ്, അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡുകൾ വരുന്ന സാഹചര്യങ്ങളിലാണ് തേർഡ് കൊടുക്കുന്നത്. അപ്പോൾ തേർഡ് കൊടുക്കുമ്പോഴും നമുക്ക് ക്ലച്ച് അയക്കുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ചാട്ടമൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നിർബന്ധമായിട്ട് വണ്ടിക്ക് മൂവിങ് ആവശ്യമാണ്. അപ്പം മൂവിങ് ഇല്ലെങ്കിൽ മൂവിങ് ആക്കുക. അതിനാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ഓൾറെഡി മൂവിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇറക്കം വന്നു, ഓൾറെഡി ഇതുണ്ട്, ഞാൻ ആക്സിലറേഷനിൽ നിന്ന് അയച്ചാലും വണ്ടി മൂവിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയിട്ട് തേർഡ് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് കാല് അയച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജെർക്ക് വരത്തില്ല. അപ്പോൾ ഇവിടെ മൂവിങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതിരുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് എൻ്റെ കാല് ബ്രേക്കേ വന്ന് ഞാൻ ഇവിടെ സ്ലോ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇനി നല്ല നിരപ്പ് പ്രതലം വന്നു, ഇവിടെ നമുക്ക് മൂവിങ് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഈ സെയിം ടൈമിൽ ഇടത്തെ കാല് ക്ലച്ചേ വെച്ച് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കി ആക്സിലറേഷൻ കുറച്ച സമയത്ത് ഫോർത്തിലേക്ക് ഇതുകൊണ്ട് ക്ലച്ച് ചവിട്ടി ഇട്ടു. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് കാലെടുത്തു. അപ്പോൾ നമുക്കത് കറക്റ്റ് ആക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും മൂവിങ് ആവശ്യമാണ്. അപ്പോൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തോണം. ഇനി വീണ്ടും ഡൗൺ ചെയ്യണം. ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്ത് 2-3 സെക്കൻഡ് കൊണ്ട് കാല് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കയറ്റത്തോട് കയറുമ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റിംഗ് ഇങ്ങനെ കറക്റ്റ് ആക്കാൻ കഴിയും. നിങ്ങളിൽ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ കയറുന്ന സമയത്ത് നിങ്ങൾ വണ്ടി മൂവിങ് നിൽക്കുന്നതിന് മുന്നേ, മൂവിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷമായിരിക്കും പലപ്പോഴും ഗിയർ ഇടുന്നത്. ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് വരികയാണ്, എനിക്കിവിടെ ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടോ എനിക്ക് മൂവിങ് നിലനിർത്താനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടി. അപ്പോൾ ഡൗൺ ഷിഫ്റ്റ് നമ്മൾ എപ്പോഴൊക്കെ ചെയ്യുന്നോ അപ്പോഴൊക്കെ ചെറിയ മൂവിങ് വണ്ടിക്ക് ആക്കി ഉരുണ്ടോണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾ കറക്റ്റ് ആക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെ ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റ്സിന് വളരെ പ്രത്യേകതകളുണ്ട്. നമ്മൾ വാഹനം നിർത്തുന്ന സാഹചര്യങ്ങളിൽ സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബ്രേക്കേ വന്നിട്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി നിർത്തുക. പതുക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വണ്ടി പതുക്കെയാണ് വരുന്നത്, ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, എന്നിട്ട് ആദ്യം നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സും കൂടെ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.